എല്ലാവർക്കും വേഗം ലേണിംഗിലേക്ക് സ്വാഗതം. യെസ്, നമ്മൾ നമ്മുടെ ക്രിസ്മസ് പരീക്ഷ ഇങ്ങ് വന്നിരിക്കുകയാണല്ലേ. അപ്പോൾ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിച്ചാൽ എക്സാം ഈസി ആവുള്ളൂ. അപ്പോൾ നമ്മൾ സുവോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാൻ ശ്രദ്ധിച്ചിരുന്ന് കാണുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the graph given below shows the ovarian events and ovarian hormone levels during menstrual cycle. അപ്പോൾ menstrual cycle നമുക്കൊരു ഗ്രാഫ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ovarian events ആണ് കൊടുത്തിരിക്കുന്നത്. ovarian hormones ആണ് നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് നെയിം ഹോർമോൺസ് എ ആൻഡ് ബി. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്ന ഹോർമോൺ ആൻഡ് ബി എന്ന് പറയുന്ന ഹോർമോൺ ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ബി എന്ന് പറയുന്ന ഹോർമോൺ നിങ്ങൾ നോക്കിക്കടാ, ഇത് ഏത് ഫേസ് ആണ്? മെൻസ്ട്രുവൽ ഫേസ്, ഫോളിക്കുലർ ഫേസ് ആൻഡ് ഓവുലേറ്ററി ഫേസ് അല്ലെ. ഓവുലേഷൻ നടക്കുന്നത് ഓവുലേറ്ററി ഫേസ്. ദിസ് ഇസ് ദി ഓവുലേറ്ററി ഫേസ്. അത് കഴിഞ്ഞിട്ട് ലൂട്ടിയൽ ഫേസ്. ഓക്കെ, ലൂട്ടിയൽ ഫേസ്. അപ്പൊ ഓവുലേറ്ററി ഫേസിൽ, അതായത് ഓവുലേഷന്റെ സമയത്ത് ഇങ്ങനെ പീക്കിൽ പോയിരിക്കുന്ന ഒവേറിയൻ ഹോർമോൺ, ഏത് ഹോർമോൺ ആണ്? ഒവേറിയൻ ഹോർമോൺ. അത് ഏതാണ്? ദാറ്റ് ഈസ് ഈസ്ട്രോജൻ. അപ്പൊ ബി എന്താണ്? ഈസ്ട്രോജൻ. ലൂട്ടിയൽ ഫേസിൽ ഇങ്ങനെ പീക്കിൽ പോയിരിക്കുന്ന ഹോർമോൺ ഏതായിരിക്കും? പ്രൊജസ്റ്ററോൺ ആണല്ലേ. ഓക്കെ, ദാറ്റ് ഈസ് പ്രൊജസ്റ്ററോൺ. അപ്പൊ എ എന്താണ്? പ്രൊജസ്റ്ററോൺ. ലൂട്ടിയൽ ഫേസിൽ എന്താ സംഭവിക്കുന്നത്? അതായത് റെപ്ചൂർഡ് ആയിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിൾ കോർപ്പസ് ലൂട്ടിയം ആയിട്ട് ട്രാൻസ്ഫോം ആവുന്നു. കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്റ്ററോൺ സെക്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, റൈറ്റ് ദി ovarian events during luteal phase. luteal phase ൽ നടക്കുന്ന ovarian events എന്തൊക്കെയാണ്? luteal phase. അപ്പോൾ luteal phase ൽ ruptured graphian follicle എന്തായിട്ട് ട്രാൻസ്ഫോം ആവും? കോർപ്പസ് ലൂട്ടിയം ആവും അല്ലേ. കോർപ്പസ് ലൂട്ടിയം. ഈ കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പ്രഗ്നൻസി മെയിൻ്റനൻസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോൺ ആണ് എന്തെന്ന് പറയുന്നത്? പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇൻ കേസ് ഓവം ഫെർട്ടിലൈസ് ആയിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി ആണല്ലോ അടുത്ത സ്റ്റേജ്. അപ്പോൾ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രൊജസ്ട്രോൺ വേണം. അഥവാ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല എങ്കിൽ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ആയി പോകും. ഓക്കെ, യെസ്. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആണ്. ഇപ്പൊ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രസൻസ് ഓഫ് എൻ എക്സ്ട്രാ എക്സ് ക്രോമസോം ഇൻ മെയിൽസ്, അതായത് XXY കണ്ടീഷൻ ആണ്. ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ട്രൈസോമി 21. ടേണർ സിൻഡ്രോം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് 1 ക്രോമസോം ഇൻ ഫീമെയിൽ ആണ് അല്ലെ. എക്സോ കണ്ടീഷൻ ആണ്. കാരിയോ ടൈപ്പ് കൂടെ പഠിച്ചു വെച്ചോളാം. ഓക്കെ, അപ്പൊ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോമിന്റെ കാരിയോ ടൈപ്പ് എങ്ങനെ വരിക? 44 ഓട്ടോസോംസ് പ്ലസ് XXY കണ്ടീഷൻ, ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോംസ് 47. ഓക്കെ, ഡൗൺ സിൻഡ്രോം ആണെങ്കിലോ ട്രൈസോമി 21, അതായത് അത് മോണോസോമൽ ട്രൈസോമി ആണ്. ഓക്കെ, ക്ലൈൻഫെൽറ്റേഴ്സ് എന്ന് പറയുന്നതോ അത് സെക്സ് ക്രോമസോമിൽ വരുന്ന ട്രൈസോമി ആണ് കേട്ടോ. അപ്പൊ ഇവിടെ 45 ഓട്ടോസോംസ് പ്ലസ് XX or XY കണ്ടീഷൻ, 47 ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോംസ്. അടുത്തത് ടേണർ സിൻഡ്രോം, 44 ഓട്ടോസോംസ് പ്ലസ് എക്സോ കണ്ടീഷൻ. അതെന്താണ്? സെക്സ് ക്രോമസോമിൽ വരുന്ന മോണോസോമി ആണ് കേട്ടോ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോംസ് എത്രയാണ്? 45 ആയിരിക്കും. ഓക്കെ, സെറ്റ് ആയല്ലോ. ക്രോമസോമൽ ഡിസോർഡേഴ്സ് പഠിച്ചു. Characters of certain genetic disorders are given below. Identify the given disorders. Sex-linked recessive disorder that affect the clotting of blood. Sex-linked recessive disorder that affects the blood clotting. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഹീമോഫീലിയ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആബ്സെന്റ് ആവുമ്പോൾ എന്താണ്? ചെറിയ വൂണ്ടിലൂടെ പോലും നന്നായിട്ട് ബ്ലഡ് ലോസ് ആവും. ഹീമോഫീലിയ. അടുത്തത് ഡിസോർഡർ കോസ്ഡ് ബൈ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലിൻ അറ്റ് ദ 6th പൊസിഷൻ ഓഫ് ബീറ്റാ ഗ്ലോബിൻ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ. അതായത് നമ്മുടെ ഹീമോഗ്ലോബിന്റെ ബീറ്റാ ചെയിൻ ഉണ്ടാവില്ലേ, ബീറ്റാ ഗ്ലോബിൻ ചെയിനിൽ 6th പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് ഇരിക്കുന്ന സ്ഥാനത്ത് അവിടെ വന്ന് ഇരിക്കുന്നത് ആരായിരിക്കും? യെസ്, വാലിൻ. അപ്പൊ അത് സിക്കിൾ സെൽ അനീമിയ. രോഗം സിക്കിൾ സെൽ അനീമിയാണ്. The inborn error metabolism and affected individual lacks an enzyme that converts phenylalanine to tyrosine. Phenylalanine tyrosine ആക്കി മാറ്റുന്ന phenylalanine hydroxylase എന്ന് പറയുന്ന എൻസൈം ഇല്ല, കാരണം ജീൻ ഡിഫക്റ്റഡ് ആയി പോയി. ഓക്കെ, അപ്പം ഇൻബോൺ എറർ മെറ്റബോളിസം, ജനിക്കുമ്പോൾ തന്നെ മെറ്റബോളിക് എറർ അല്ലേ. ദാറ്റ് ഈസ് ഫിനൈൽ കീറ്റോന്യൂറിയ. ഓക്കെ, ഒബ്സർവ് ദ ഗിവൺ ഫിഗർ. ഐഡന്റിഫൈ ദ ഫിഗർ. ഈ കൊടുത്തിരിക്കുന്നത് എന്തിന്റെ ഫിഗർ ആണ്? ന്യൂക്ലിയോസോം അല്ലേ. ഇറ്റ് ഈസ് ന്യൂക്ലിയോസോം. ഓക്കെ, ന്യൂക്ലിയോസോം മോഡലാണ് കൊടുത്തിരിക്കുന്നത്. How many histone molecules are present in the histone core? ഇതാണ് ഹിസ്റ്റോൺ കോർ. ഹിസ്റ്റോൺ കോറിൽ മൊത്തം എത്ര ഹിസ്റ്റോൺ മോളിക്യൂൾസ് ഉണ്ട്? എത്ര ഉണ്ട്? 8 എണ്ണം ഉണ്ട് അല്ലേ. അതായത് H2A, H2B, H3, H4 ഓരോന്നും 2 എണ്ണം വീതം. സോ 2 into 4 is equal to 8. Okay, 8 histone molecules. Distinguish between euchromatin and heterochromatin. അതായത് ഇങ്ങനെ ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ള ക്രോമാറ്റിൻ ആണ് യൂക്രോമാറ്റിൻ അല്ലേ. ഡെൻസ്ലി പാക്ഡ് ആണെങ്കിലോ
ദാറ്റ് ഇസ് ഹെറ്റിറോക്രൊമാറ്റിൻ. ഇതാണ് ഹെറ്റിറോക്രൊമാറ്റിൻ. അപ്പൊ ഇത് പരസ്പരം നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ യൂക്രൊമാറ്റിൻ എന്ന് പറയുന്നത് ലൂസ്ലി പാക്ഡ് DNA ആണ്. ഓക്കെ, ഹെറ്ററോക്രൊമാറ്റിൻ എന്ന് പറയുമ്പോഴോ ടൈറ്റ്ലി പാക്ഡ് അഥവാ ഡെൻസ്ലി പാക്ഡ് DNA. ഓക്കെ, യെസ്. ഇനി ഇപ്പൊ യൂക്രൊമാറ്റിൻ എന്ന് പറയുന്നത് ലൂസ്ലി പാക്ഡ് ക്രൊമാറ്റിൻ ആയതുകൊണ്ട് തന്നെ ഡെൻസിറ്റി ലോ ആയിരിക്കും. ഹെറ്ററോക്രൊമാറ്റിന് ഹൈ ഡെൻസിറ്റി ആയിരിക്കും. ഹൈ ഡെൻസിറ്റി ആണ്. യൂക്രൊമാറ്റിൻ പ്രോകാരിയോട്ടിലും യൂകാരിയോട്ടിലും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഹെറ്ററോക്രൊമാറ്റിൻ എന്ന് പറയുന്നത് യൂകാരിയോട്സിലാണ്. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ആരാണ്? ആക്റ്റീവ് മോളിക്യൂൾ യൂക്രൊമാറ്റിനും ഇനാക്റ്റീവ് ആരാണ്? ഹെറ്ററോക്രൊമാറ്റിനും. ടൈറ്റ്ലി പാക്ഡ്, തുറക്കാൻ പറ്റില്ല. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവ് ആണ്. സ്റ്റെയിൻ ചെയ്യുമ്പം ലൈറ്റ് സ്റ്റെയിൻ കാണിക്കുന്നത് യൂക്രൊമാറ്റിൻ, ഡെൻസ്ലി സ്റ്റെയിൻഡ് ആയിട്ടിരിക്കുന്നത് ആരാണ്? ഹെറ്ററോക്രൊമാറ്റിൻ. ഓക്കെ, സോ ഇതിന്റെ ഡിഫറൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ DNA യുടെ പാക്കേജിങ് പഠിക്കുമ്പോഴാണ് നമുക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഇസ് ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ പാർട്സ് എ ആൻഡ് ബി. എയും ബിയും എന്താണെന്ന ചോദ്യം അല്ലെ. എ എന്ന് പറയുന്നത് നമുക്കറിയാം, ദാറ്റ് ഇസ് ദ പ്രൊമോട്ടർ റീജിയൻ, പ്രൊമോട്ടർ. ഓക്കെ, ആൻഡ് ബി എന്ന് പറയുന്നത് ദിസ് ഇസ് ബി. ഇത് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണ്. കാരണം ഇതെന്താണ്? കോഡിംഗ് സ്ട്രാൻഡ് ആണ് അല്ലെ. ടെംപ്ലേറ്റ് സ്ട്രാൻഡ്, ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണ്. വാട്ട് ഇസ് ട്രാൻസ്ക്രിപ്ഷൻ? എന്താ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ? ഇത് പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് mRNA ഫ്രം DNA. ഓക്കെ, DNA-യിൽ നിന്ന് mRNA, മെസ്സഞ്ചർ RNA ഉണ്ടാകുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. റൈറ്റ് ദ കോംപ്ലിമെന്ററി DNA സ്ട്രാൻഡ് ബൈ ഒബ്സർവിംഗ് ദ സ്ട്രാൻഡ് ഗിവൺ ബിലോ. മക്കളെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതാ. നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, അതായത് കമന്റ് ബോക്സിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇതിന്റെ കോംപ്ലിമെന്ററി DNA സ്ട്രാൻഡ് കമന്റ് ചെയ്യുക. ഈസിയാണ്. ഒന്ന് സ്ട്രാൻഡിന്റെ ഡയറക്ഷൻ നോക്കുക. പിന്നെ അറിയാലോ, എക്ക് പകരം ടി വരും, ടിക്ക് പകരം എ വരും, ജിക്ക് പകരം സി വരും, സിക്ക് പകരം ജി വരും. അപ്പൊ DNA സ്ട്രാൻഡ് അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് കോംപ്ലിമെന്ററി DNA സ്ട്രാൻഡിന്റെ ബേസിസ് എങ്ങനെയാണ് വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്, കമന്റ് ചെയ്യാട്ടോ. ഈസി ക്വസ്റ്റ്യൻ അതാ പറയാഞ്ഞത്. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ഫോളോയിങ്. ഐഡന്റിഫൈ ദ ഡയഗ്രാം. കൊടുത്തിരിക്കുന്നത് ലാക്കോപ്രോൺ ആണ്. പക്ഷേ ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ ആണോ, ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ ആണോ? ഇവിടെ ഇൻഡ്യൂസർ ഉണ്ട്, ലാക്ടോസ് പ്രസന്റ് ആണ് അല്ലേ. സോ ലാക്കോപ്രോൺ in the presence of inducer. Name the enzymes A, B, C. മൂന്ന് സ്ട്രക്ചറൽ ജീൻസ് നമുക്ക് കാണാൻ പറ്റും, സെഡും വൈയും എയും. അപ്പം ഈ മൂന്ന് ജീൻസും ഉണ്ടാക്കുന്ന എൻസൈംസ് ആണ് ഈ ABC എന്ന് പറയുന്നത്. Z കോഡ് ഫോർ A, Y കോഡ് ഫോർ B ആൻഡ് A കോഡ് ഫോർ C. അപ്പൊ ഏതൊക്കെയാണ് എൻസൈംസ്? ഏതൊക്കെയാണ് എൻസൈംസ്? A എന്ന് പറയുന്നത് ഏത് എൻസൈമാ? ബീറ്റ ഗാലക്ടോസിഡേസ്. ഓക്കെ, ആൻഡ് ബി എന്ന് പറയുന്നത് പെർമീസ്, സി ട്രാൻസ് അസറ്റൈലീസ്. അപ്പൊ ലാക്കോപ്രോൺ പഠിക്കുമ്പോൾ നിങ്ങൾ ഡയഗ്രാം പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, റെപ്ലിക്കേഷൻ, ലാക്കോപ്രോൺ, ന്യൂക്ലിയോസോം മോഡൽ എല്ലാ ഡയഗ്രാംസും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. Identify the equation related with genetic equilibrium given below. P square plus 2pq plus q square is equal to 1. Hardy-Weinberg principle. Write the factors affecting genetic equilibrium resulting in the evolution. For factors affecting Hardy-Weinberg principle ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയുണ്ട്? Gene flow or gene migration, genetic drift, mutation, natural selection, genetic recombination. ഇതെല്ലാം Hardy-Weinberg equilibrium affect ചെയ്യുന്ന factors ആണ്. Very important question, repeated question. அடுத்தது, complete the boxes with the suitable words given below. Forelimbs of mammals, example of homologous organs. Type of evolution, HD ആലോചിച്ചാൽ മതി, divergent evolution. Wings of birds and butterflies, analogous organs. Okay, type of evolution AC ആലോചിച്ചാൽ മതി, convergent evolution. Okay, അടുത്ത question just match ചെയ്താൽ മതി. Disease causative organism, type of pathogen തന്നിട്ടുണ്ട്. Typhoid is caused by Salmonella typhi, അതൊരു ബാക്ടീരിയ ആണ്. Malaria is caused by Plasmodium, അതൊരു protozoa ആണ്. Ringworm is caused by a fungus, that is Microspora. Okay, yes, and the last question, last question, yes.
ഐഡന്റിഫൈ ദ പാർട്ട് എക്സ് ആൻഡ് വൈ. സോ ഇവിടെ തന്നിരിക്കുന്ന ഫിഗർ എന്താണ്? ആൻസർ ദ ക്വസ്റ്റ്യൻ അബൌട്ട് ദി ഗിവൺ ഫിഗർ. ഇത് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആന്റിബോഡിയാണ് അല്ലെ, ഇമ്മ്യൂണോഗ്ലോബുലിന്റെ ഫിഗർ ആണ് തന്നിരിക്കുന്നത്. എക്സും വൈയും എന്താ? ദിസ് ഇസ് എക്സ്, ആന്റിജൻ ബൈൻഡിങ് സൈറ്റ്. ഓക്കെ, ലൈറ്റ് ചെയിൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ആൻഡ് ദിസ് വൺ ഇസ് ദി ഹെവി ചെയിൻ. ഓക്കെ, നെയിം 2 ടൈപ്പ് ഓഫ് ദിസ് മോളിക്യൂൾ. അപ്പൊ നമ്മളൊരു 4-5 എണ്ണൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെ, ഇതിൽ 2 എണ്ണം നമ്മളോട് ചോദിച്ചിട്ടേ ഉള്ളൂ. IgA, IgE, IgM, ഇത്രയേ ഉള്ളൂ. ഓക്കെ, IgG, IgD, അത്രയും നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. യെസ്, അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എന്ന് കേട്ടോ. അപ്പൊ മക്കളെ നോക്കിക്കേ, അപ്പൊ ഏകദേശം എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആകെ ഞാൻ തന്നിരിക്കുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത് ആ കോംപ്ലിമെന്ററി DNA സ്ട്രാൻഡ് അല്ലെ, അത് എങ്ങനെ വരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തു. ഇത് കൂടാതെ 1 മാർക്ക് 2 മാർക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എല്ലാ വീഡിയോസ് ഇരുന്ന് കാണുക, ലൈവ് അറ്റൻഡ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറക്കരുത് ഷെയർ ചെയ്യുന്ന, അവരും കൂടി നന്നായിട്ട് എക്സാം എഴുതിക്കോട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, യെസ്, അപ്പൊ നമ്മൾ ഈ എക്സാം പൊടി പിടിക്കില്ലേ? ഓക്കെ മക്കളെ, നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ചിൽഡ്രൻ, ടാറ്റാ.